ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു സ്നാക്കായിട്ടും അതുപോലെ തന്നെ സൈഡായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ചമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ കുറച്ച് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. വലിയ ഉരുളക്കിഴങ്ങാണ്, ഒരു 350 ഗ്രാം അളവിലുണ്ടാവും. ആ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുത്തതാണ്. ഈ ഒരു അളവിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇത്രയും കനത്തിലാണ് ഞാനിപ്പോൾ ഓരോ ഉരുളക്കിഴങ്ങ് മരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് നേരെ കുറച്ച് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഞാനിപ്പോൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇടുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ആ ഒരു സ്റ്റാർച്ച് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ല, കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താലും മതിയാവും. അതിനുശേഷം ഈ വെള്ളം നമ്മൾ കളയണം. കാരണം ഇതിലിപ്പോൾ നല്ല സ്റ്റാർച്ച് ഉണ്ട്, ഇങ്ങനെ കളർ മാറി വരുന്നില്ലേ. അപ്പോൾ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്നും മാറ്റിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ടൊന്ന് വെക്കണം. അപ്പോൾ ഈ വെള്ളം കംപ്ലീറ്റ് ഞാനിപ്പോൾ മാറ്റിയാണ്. ഇതുപോലെ അതിലുള്ള കംപ്ലീറ്റ് വെള്ളവും മാറ്റിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സ്റ്റാർച്ചൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു 30 മിനിറ്റോളം നമ്മളൊന്ന് വെച്ചിരിക്കണം. ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് വേണം 30 മിനിറ്റ് വെക്കാനായിട്ട്. ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഈ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ 30 മിനിറ്റേക്ക് വെക്കുമ്പോഴാണ് ഇതിലേക്ക് കറക്റ്റായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉപ്പ് പിടിച്ചിട്ട് വരും. ചെറിയൊരു രീതിയിൽ മാത്രമേ ഉപ്പ് പിടിക്കുള്ളൂ, നന്നായിട്ട് പിടിക്കില്ല. പിന്നീട് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. എന്നാൽ ശരി, ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റണം. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഉരുളക്കിഴങ്ങ് മാത്രം അതിലുള്ള കംപ്ലീറ്റ് വെള്ളം നമുക്കൊന്ന് തുടച്ച് മാറ്റണം. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം കംപ്ലീറ്റ് ഒന്ന് അരിച്ചെടുക്കട്ടെ. ഇതുപോലെ അരിച്ച് മാറ്റിയ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഞാനിപ്പോൾ ഒരു കോട്ടൺ ടവലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ട എന്തെന്ന് വെച്ചാൽ ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഈ ടവൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിക്കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഈ ടവലൊന്നും ഇട്ട് തുടയ്ക്കാൻ ഒന്നും സമയം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടവലിട്ട് തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പകരം നമുക്കൊരു ഫാനിന് താഴെ കൊണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അത്രയും വേണ്ട. അതിന് മുന്നേ തന്നെ ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പോയി കിട്ടും. അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് തുടച്ച് മാറ്റിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് അതിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇതുപോലെ കംപ്ലീറ്റ് വെള്ളവും പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി തുടങ്ങാം. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ഫ്രൈങ് പാനാണ് എടുത്തിട്ടുള്ളത്. ഫ്രൈ ചെയ്തെടുക്കുന്നത് പറയുന്നതിനേക്കാളും ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലൊരു പരന്ന ഫ്രൈങ് പാൻ ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ എണ്ണ എടുത്തിട്ടുള്ളത്. നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഇപ്പോൾ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചൂടായി തുടങ്ങുന്ന ഇതുപോലെ ചിരിച്ചില്ലാന്നുള്ള സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ ഇങ്ങനെ നിന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ചെറുതായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമ്മൾ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഇതുപോലത്തെ ഒരു ഫ്രൈയിങ് പാൻ ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കുറച്ച് കുഴിവുള്ള അതുപോലെ ചീനച്ചട്ടി പോലത്തെ സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇത് പരത്തി വെക്കാനായിട്ട് പറ്റില്ല. ഇനി നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈയിങ് പാൻ തന്നെ വേണമെന്നില്ല, ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് തന്നെ എടുക്കാം. പക്ഷേ ഇരുമ്പിൻ്റെയൊക്കെ തവയാണെന്നുണ്ടെങ്കിൽ അടിക്ക് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം.
ഏകദേശം 1 മിനിറ്റോളം ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ചെറിയ രീതിയിലൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്കിതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 30 സെക്കൻഡ് അങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അധികം ചേരുവകളൊന്നും ചേർക്കാതെ തയ്യാറാക്കി എടുക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഈ തയ്യാറാക്കുന്ന ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പ് നമ്മൾ അത് കറക്റ്റായിട്ടൊന്ന് ചെയ്തു പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ രീതിയിൽ കിട്ടില്ല. അതിൻ്റെ പേരിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കളറൊക്കെ ഇപ്പോൾ ഏകദേശം മാറി വരുന്നുണ്ട്. നല്ലൊരു യെല്ലോയിഷ് കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 2 മിനിറ്റോളം മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി നിൽക്കരുത്. അതായത് ഇങ്ങനെ പെട്ടെന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ വിചാരിക്കരുത്. ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു കളറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നീട് നമ്മൾ ഇതുപോലെ നേരത്തെ വെയിറ്റ് ചെയ്തതുപോലെ ഇങ്ങനെ എല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കാര്യം വേണം. ഇതിന് മുകളിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രമേ അതിൽ ഉപ്പ് നല്ല കറക്റ്റായിട്ട് പിടിച്ചിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് ഇതിലുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി ടോസ്റ്റായി കിട്ടുമ്പോഴത്തേക്കും കറിവേപ്പിലയും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടാവും. ഇതുപോലെ കുറച്ച് സമയം നമ്മളിതുപോലെ ടോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഈ മുളക് പൊടിയുടെ കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടല്ലോ, അതൊക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യണം. ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ പൊട്ടറ്റോ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് ഒരല്പം നാരങ്ങ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് കഴിക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ചാറ്റ് മസാലയോ ഡ്രൈ മാംഗോ പൗഡറോ അതൊക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. എപ്പോഴും ഞാൻ തയ്യാറാക്കുന്ന ഈ ഒരു രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരുപാട് പിഴിഞ്ഞ് ഒഴിക്കണ്ട കേട്ടോ. എങ്കിൽ പിന്നെ നമ്മുടെ നാരങ്ങയുടെ നീര് വീഴുന്ന ആ സ്ഥലത്തൊക്കെ ചെറിയ സോഫ്റ്റ്നെസ് ആയി പോകും. അതിൻ്റെ പേരിലാണ്. ലൈറ്റായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ചെറിയൊരു പുളിപ്പുണ്ടാവും, അത്രയും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ലൊരു ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മയോണൈസിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാം. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൈഡായിട്ട്, അതായത് ഉരുളക്കിഴങ്ങൊക്കെ വറുവലായിട്ട് ചെയ്തെടുക്കില്ലേ, നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് വെച്ച് കഴിക്കില്ലേ, അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു രീതിയിലൊക്കെ വെച്ച് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.